ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടഫോട്ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് ബോട്ടിൽ ക്രാഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് പേപ്പറും കാപ്പിപ്പൊടിയും കൊണ്ടുള്ള ചെറിയ പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പരടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ള വ്യത്യസ്തമായ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഇതിലൊരു ബോട്ടിലാണ് ഇതിനുവേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഏത് ബോട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബിയർ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ബിയർ ബോട്ടിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, യെല്ലോ കളർ. അപ്പോൾ ഇത് നമുക്ക് ആ ബോട്ടിൽ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ നമുക്ക് 1-2 മണിക്കൂറത്തേക്ക് നമുക്ക് വെയിലത്തൊന്ന് ഉണക്കാൻ വെക്കാം, ഒന്ന് ഉണങ്ങി കിട്ടണം. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ ഒരു ബോണ്ട് പേപ്പർ ഉപയോഗിച്ച് നമുക്കൊരു ചെറിയ ചെറിയ പീസ് കഷ്ണങ്ങളാക്കണം. ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം, കീറിയെടുക്കാം. ഈ ഒരു പീസ് കഷ്ണങ്ങളാണ് നമ്മൾ ആ ബോട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോണ്ട് പേപ്പർ ചെറിയ ചെറിയ പീസുകൾ കഷ്ണങ്ങളായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് കഷ്ണത്തിലേക്ക് നമ്മൾ നേരത്തെ ബോട്ടിലിൻ്റെ വീഡിയോ കണ്ടുപോലെ ആ ഒരു കാപ്പി നിറം വരണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിക്സ് ഉണ്ടാക്കി എടുക്കണം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും അത് ലൂസാൻ പാകത്തിന് വെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ആവശ്യത്തിന് ലൂസായി വന്നേരം നമുക്ക് ഈ ഒരു കടലാസ് പീസുകളായിട്ട് നമുക്ക് ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു നിറം കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കടലാസ് പീസുകൾ മുഴുവനായിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കണ്ടെത്തിരി നിങ്ങൾക്ക് ആ ഒരു നിറം വന്നിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങി കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് ഷീറ്റോ തുണിയോ മറ്റോ ഉപയോഗിച്ച് ഇതിൽ ഓരോരോ കടലാസ് പീസുകൾ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം, ഓരോന്നായി വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു 1-2 മണിക്കൂറത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോഴത്തേക്ക് ടേബിളിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതുപോലൊരു മെഴുകുതിരി കത്തിച്ച് അതിലേക്ക് ഈ ഒരു പീസ് കഷ്ണത്തിൽ നമുക്ക് ചുറ്റും ഒരു ഷെയ്ഡ്, ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയിലാക്കണം. അപ്പോൾ അതിനെ നമുക്കിതൊരു സൈഡ് ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ട് ആ ഒരു കനൽ നമുക്ക് തട്ടിക്കളയണം. അതിന് ചുറ്റും ചെയ്യണം, ആ ഒരു പീസ് കനൽ ചുറ്റും ചെയ്യണം. അതുപോലെ നമുക്ക് മറ്റുള്ള പീസുകളും ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലൂടെ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച കടലാസ് പീസുകൾ നമുക്ക് ഇതിലേക്ക് കൊട്ടിക്കണം. അപ്പോൾ അതിനാണ് ചെറിയൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഫെവിക്കോളും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമുക്കിതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 2 സ്പൂൺ ഫെവിക്കോൾ ഇട്ടിട്ട് 1 സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഫെവിക്കോൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വന്ന് ലൂസായി വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കുപ്പിയിലൊക്കെ നല്ല രീതിയിലൊന്ന് അടിച്ചു കൊടുക്കാം. വേണ്ടി നമുക്ക് ഈ ഒരു പീസ് കഷ്ണം എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ പീസ് കഷ്ണങ്ങളായി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ആ ഒരു പീസ് കഷ്ണങ്ങൾ ആ ബോട്ടിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബോട്ടിലിൻ്റെ ലാസ്റ്റ് ലെയറായിട്ട് ആ ഫെവിക്കോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച പീസ് കഷ്ണങ്ങൾ പുറംഭാഗത്തേക്ക് ഒട്ടാതെ തള്ളിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ കൊണ്ടുള്ള വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേസ്റ്റായി വരുന്ന ബോട്ടിൽ ഉപയോഗിച്ച് വേറെയും ചില വർക്കൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ബോട്ടിൽ വെച്ചുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നവരേക്കും ബൈ.